മുമ്പ് തന്നെ നിരവധി തവണ ഇത്തരത്തിൽ ഈ ആന കൂട്ടം ഇങ്ങനെ പല ഘട്ടങ്ങളിലായി ഈ പ്രദേശങ്ങളിൽ തന്നെ പലരെയും ചവിട്ടിക്കൊന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ്. അതിന് വളരെ ശക്തമായ ഒരു നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം. പിന്നെ നമ്മളിനിയിപ്പോൾ ഇതിലെ സാങ്കേതികത്വമല്ല നാട്ടിലെ ജനങ്ങളോട് പറയേണ്ടത്, അവരെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും കുറേ കൂടി ഇനി ആ പ്രദേശങ്ങളിലെ സേഫ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 3 ദിവസം മുമ്പ് തന്നെ ഈ ആനക്കൂട്ടം അവിടെ ഇറങ്ങി എന്ന് വലിയ വാർത്തയുണ്ടായിരുന്നു. ആ വാർത്തയെ തുടർന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ കുറേ കൂടി ജാഗ്രത കാണിക്കണമായിരുന്നു. അപ്പോൾ ജനങ്ങളെ ജാഗ്രതപ്പെടുത്താനുള്ള ഒരു അറിയിപ്പ് നിരന്തരമായി രാത്രി പകലില്ലാതെ കൊടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ അപകടം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. അതിലെല്ലാം ഈ ചുരുക്കം ചില ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച ഇത്തരം മരണത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുന്നുണ്ട്. ഇത് തടയാൻ കഴിയണം. ആ രൂപത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും എല്ലാം ഇടപെടാൻ കഴിയണം. അതാണ് അതിലൊരു ചികിത്സയുമായി ബന്ധപ്പെട്ടിപ്പോൾ അവരിപ്പോൾ ഈ മരണപ്പെട്ട പയ്യൻ്റെ അമ്മയാണ്, തോളിൽ രണ്ടും പൊട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇനി തുടർ ചികിത്സ ഏകദേശം അവരൊരു പഴയ നിലയിലേക്ക് വരണമെങ്കിൽ ഒരു 6 മാസമെങ്കിലും കഴിയും. 6 മാസത്തെ ചികിത്സയും പരിപൂർണമായും ഗവൺമെൻറ് തന്നെ വഹിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് സംസാരിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ഉറപ്പ്. കളക്ടറുമായി ബന്ധപ്പെട്ടു, കളക്ടർ സംസാരിച്ചു. അവിടെ തൃശ്ശൂർ ജില്ലാ കളക്ടറുമായി സംസാരിച്ച് അതിൻ്റെ ഓർഡർ ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചു. മെഡിക്കൽ കോളേജ് പരിപൂർണമായും സൗജന്യ ചികിത്സ നടത്താമെന്ന് ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്.